CJPയുടെ വമ്പൻ പ്രതിഷേധങ്ങൾക്ക് ശേഷം അടുത്തത് നിതിൻ ഗഡ്കരിയാണ്. സംഭവം എത്തനോളാണ്. എത്തനോൾ കലർത്തിയ പെട്രോൾ. ഒന്നുകിൽ എത്തനോൾ കലർത്തിയ പെട്രോൾ വേറെ ആക്കുക, അതായത് ചോയ്സ് കൊടുക്കുക, പെട്രോൾ മാറ്റി സ്ഥാപിക്കുക, പെട്രോൾ പമ്പുകളിൽ എത്തനോളും പെട്രോളും മാറ്റി സ്ഥാപിക്കുക, അല്ലെങ്കിൽ നിതിൻ ഗഡ്കരി രാജിവെച്ച് പുറത്തേക്ക് പോവുക. ഇതായിരുന്നു വലിയ രീതിയിലുള്ള ഇവരുടെ ആക്രോശം എന്ന് പറയുന്നത്. എന്തായിരുന്നാലും ഇപ്പോൾ ടൊയോട്ട കമ്പനി, ഈ ടൊയോട്ട കമ്പനി നമുക്കറിയാം ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു കമ്പനിയാണ് ടൊയോട്ട എന്ന് പറയുന്നത്. ടൊയോട്ടയുടെ പല വണ്ടികളും അതിൻ്റെ ബ്രാൻഡ് വാല്യൂ എത്രത്തോളം ഉണ്ടെന്ന് നമ്മളെ ഇന്ത്യക്കാരെക്കാട്ടിലും മികച്ചതായിട്ട് മറ്റാർക്കും അറിയില്ല. കാരണം നമ്മൾ ആ ബ്രാൻഡ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോഴിതാ ടൊയോട്ട കിർലോസ്കർ കൺട്രി ഹെഡായിട്ടുള്ള വിക്രം ഗുലാട്ടി അദ്ദേഹം E20 പെട്രോളിനെ കുറിച്ച് ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ്. എന്താണ് അദ്ദേഹം ഈ E20 പെട്രോളിനെ കുറിച്ച് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം പ്രധാനമായും ഇതിനെക്കുറിച്ച് പറയുന്നത് E20 പെട്രോൾ കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ചാണ്. അദ്ദേഹം പറയുന്നത് നോ നീഡ് ടു വെറി അബൌട്ട് E20 എന്നുള്ളതാണ്. അതായത് E20 പെട്രോൾ ഈ വണ്ടികൾക്കൊന്നും തന്നെ യാതൊരുവിധ തകരാറും ചെയ്യുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അക്കോർഡിംഗ് ടു ഹിം E20 ഈസ് സേഫ്, extensively tested, compatible with vehicles and concerns around engine damage are unfounded. അതായത് E20 പെട്രോൾ എഞ്ചിനുകളെ ഡാമേജ് ചെയ്യുന്നു എന്നുള്ളത് കണ്ടെത്തപ്പെട്ടിട്ടില്ല. E20 സേഫ് ആണ്, E20 ടെസ്റ്റഡ് ആണ്, E20 എല്ലാ വെഹിക്കിളുമായിട്ടും കമ്പാറ്റബിൾ ആണ് എന്നാണ് ടൊയോട്ടയുടെ ഇന്ത്യയിലെ തലവൻ പറയുന്നത്. ഹി ഓൾസോ കാൾഡ് എത്തനോൾ വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ആൻഡ് മോസ്റ്റ് കോസ്റ്റ് എഫക്റ്റീവ് വേസ് ടു റെഡ്യൂസ് എമിഷൻസ്. അതായത് എത്തനോൾ പെട്രോൾ എമിഷൻ അത് കുറയ്ക്കും, പോരാത്തതിന് ഇന്ത്യയുടെ എനർജി സെക്യൂരിറ്റി വർദ്ധിപ്പിക്കും, ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട്സ് കട്ട് ചെയ്യും, ഫാർമർമാർ അതായത് കർഷകരുടെ ഇൻകം ബൂസ്റ്റ് ചെയ്യും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. എന്തായിരുന്നാലും ഇത് വലിയ രീതിയിലുള്ള ഒരു പ്രസ്താവനയായിട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പാശ്ചാത്യ മാധ്യമങ്ങളും ഇന്ത്യൻ മാധ്യമങ്ങളും ഇത് എടുത്തിട്ടുണ്ട്. പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങളിൽ നമുക്കിത് കാണാൻ സാധിക്കില്ല. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.